നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 14, 15 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ 2025 ഒക്ടോബർ 14 രാവിലെ 5:59 AM മുതൽ ഒക്ടോബർ 16 ഉച്ചയ്ക്ക് 12:42 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം, പക്ഷേ അത് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വയും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം, 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. ഗുണദോഷ സമ്മിശ്രമാണ് മേടം രാശിക്ക് ഈ ദിവസങ്ങൾ. ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പിതൃസ്വത്ത് കിട്ടാനുള്ള സാധ്യത കാണുന്നു. കാരണം സൂര്യനും സർപ്പവും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത അല്പം കാലതാമസം എടുത്തെന്ന് വരും, എന്നാൽ തന്നെയും അതിനുള്ള സാധ്യതകൾ ഇതിനകത്ത് കാണുന്നു. പൂർവിക സ്വത്ത്, അതായത് പിതൃസ്വത്തോ മാതൃസ്വത്തോ, അതുമാത്രമല്ല ഈ പൂർവികരുടെ ഗുരുതുല്യരായവരുടെയും പിതൃതുല്യരായവരുടെയൊക്കെ അനുഗ്രഹം കിട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസങ്ങളാണ്. പിന്നെ തൊഴിൽ ലാഭം, അത് ഈ കന്നിമാസം മുഴുക്കുണ്ട്. സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ഒക്ടോബർ 18 വ്യാഴം മാറുന്നവർക്ക് അനുകൂലമായിട്ടല്ല. അതുകൊണ്ട് ഒക്ടോബർ 18 മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും, അതുവഴി നേട്ടങ്ങളുണ്ടാവും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി നേട്ടം ഉണ്ടാക്കാനും സാധിക്കും. സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. വാഹന ലാഭം പ്രതീക്ഷിക്കാം. തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും സാഹചര്യം ഒരുങ്ങും. നിയമപരമായ പ്രശ്നങ്ങൾ എന്ത് വന്നാലും നമുക്ക് അത് മറികടക്കാൻ പറ്റും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട്, 2 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്ത്
ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് വ്യാഴം, ചൊവ്വ, സർപ്പം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ പൊതുവെ ഊഷ്മളമാവും. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, ചന്ദ്രൻ ഉൾപ്പെടെ. ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദിവസവും ദർശനം നടത്തുക. ശനിയാഴ്ച ഇവർക്ക് അഷ്ടമശനി ആയതിനാൽ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വ്യാഴം ഇപ്പോൾ 11ാം ഭാവത്തിലാണെങ്കിലും ലാഭസ്ഥാനത്താണെങ്കിലും ഇവർക്ക് 18-ാം തീയതി മുതൽ ഒരു 45 ദിവസം വ്യാഴം പ്രതികൂലമാവും. അപ്പോൾ 18-ാം തീയതിക്ക് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. തീർത്ഥയാത്രകൾക്ക് അവസരമൊരുങ്ങും. ബന്ധങ്ങൾ ഊഷ്മളമാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ചിങ്ങം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യനും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. കന്യരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ അനുകൂലമാണ്. കർമ്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ്റെ സ്വക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഇവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറേയൊക്കെ മാറിക്കിട്ടും. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും. ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതേസമയം ചൊവ്വ, ബുധൻ, സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ സൂര്യൻ 17-ാം തീയതി ചൊവ്വയായിട്ട് യോഗം ചെയ്യും. അതിനു മുമ്പ് നമ്മൾ കാര്യമായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക 17-ാം തീയതിക്ക് മുമ്പ് തന്നെ. അതുപോലെ തന്നെ വ്യാഴം കർമ്മഭാവത്തിലേക്ക് വരുന്നു. അത് അത്ര വലിയ ഗുണകരമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തുലാം രാശിക്കാർക്ക് മാത്രം ഈ വ്യാഴം കർമ്മഭാവത്തിൽ വരുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് ഇന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു. ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിഞ്ഞില്ല. എന്തായാലും ഇവിടെ ചൊവ്വാഴ്ച നമ്മൾ മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക.
പൊതുവെ തുലാം രാശിക്ക് ഈ ചന്ദ്രൻ 10ാം ഭാവത്തിലും പിന്നെ ഇത് കഴിഞ്ഞ് 16-ാം തീയതി 17-ാം തീയതി ഒക്കെ ചിങ്ങം രാശിയിലും ചന്ദ്രൻ വരുമ്പോൾ ഇവർക്ക് നല്ലതാണ്. ഏകദേശം 6 ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം, അതായത് 14, 15 മാത്രമല്ല 16, 17 തന്നെ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. എങ്കിൽ അതിനുശേഷം 17-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ചൊവ്വ സൂര്യനുമായിട്ട് യോഗം ചെയ്യും. അതായത് തുലാമാസം പൊതുവെ മോശമാണ് തുലാം രാശിക്കാർക്ക്. 17-ാം തീയതി തൊട്ട് 27-ാം തീയതി വരെ സൂര്യനും ചൊവ്വയും ലഗ്നത്തിൽ നിൽക്കും. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കണം. പക്ഷേ എങ്കിലും വ്യാഴം 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ നിൽക്കുന്നത് തൊഴിൽ അഭ്യുന്നതി ഉണ്ടാക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. എനിവേ തുലാം രാശിക്ക് ഇവിടെ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യനും ശുക്രനും മാത്രമാണ് അനുകൂലമെങ്കിലും 4 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പക്ഷേ വ്യാഴം, ചൊവ്വ, ബുധൻ ഇവ 3 ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും. കന്നിമാസം മുഴുവൻ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ് ഇവയൊക്കെ ഒരു പരിധിവരെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം, പൂരാട, ഉത്രാട, ആദ്യപാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ്, അത്യധികം ഗുണാധിക്യമുള്ള ദിവസമാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, അഷ്ടമത്തിൽ നിൽക്കുന്നു. അതുപോലെ ശനി നേരത്തെ തന്നെ പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത്, ദർശനമെങ്കിലും നടത്തുന്നത് നന്നായിരിക്കും. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. സൂര്യൻ, ബുധൻ, ചൊവ്വ, വ്യാഴം, ശിഖി, സർപ്പം എന്നിങ്ങനെ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ദൈവാധീനം, പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽപരമായിട്ടുള്ള അഭ്യുന്നതി, ബൗദ്ധിക മേഖലയിൽ നേട്ടം, കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങളിൽ നേട്ടം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശി താമസിയാതെ, പ്രത്യേകിച്ച് 18-ാം തീയതി മുതൽ, ഒക്ടോബർ 18-ാം തീയതി മുതൽ ഡിസംബർ 5-ാം തീയതി വരെ ഇവർക്ക് നേട്ടമാണ്. ടോപ്പിൽ വരുന്ന രാശിയാണ് മകരം രാശിക്ക്. നല്ല കാലം പിറക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 ദിവസങ്ങളിൽ മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി നേരത്തെ അനുകൂലമാണ്, ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു, ബുധൻ അനുകൂലമായിട്ട് നിൽക്കുന്നു. താമസിയാതെ വ്യാഴവും ഇവർക്ക് അനുകൂലമായിട്ട് വരും. അതുകൂടാതെ സൂര്യൻ കർമ്മഭാവത്തിലേക്കും വരും. അപ്പോൾ ഇവർക്ക് മകരം രാശിക്ക് തുലാമാസത്തിലും വൃശ്ചിക മാസത്തിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം. പൊതുവേ മകരരാശിക്ക് ഈ ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ ഇടിവെട്ട് സൗഭാഗ്യം വരും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചേർന്ന് ദയവായി അതും കാണാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും മകരരാശിക്ക് വളരെ നല്ല കാലം തുടങ്ങിയിരിക്കുകയാണ്. അതിപ്പോൾ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് കൈമാറ്റപ്പെടുകയാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ. ധനുരാശിക്ക് ഇവിടെ ഈ ഒക്ടോബർ 18 വരെ ഓക്കെയാണ്. പിന്നെ അത് മാറ്റം വരും ധനുരാശിക്ക്. ആ
ധനുരാശിയിലെ ഇപ്പോഴുള്ള ഒന്നാം സ്ഥാനം മകരരാശി ഏറ്റുപിടിക്കും. അത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം വരും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഇവർക്ക് ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഡിസംബർ 5 വരെയുള്ള ആ കാലഘട്ടം, പ്രത്യേകിച്ച് ഒക്ടോബർ 18 തൊട്ട്. ഓക്കെ, മകരരാശിയെപ്പറ്റി പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ദയവായി അതും കാണാൻ ശ്രമിക്കാം. ഓക്കെ, മകരരാശിക്ക് ഇവിടെ ഈ ദിവസങ്ങളിൽ ഗുണാധിക്യമാണ്. ഓക്കെ, ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം ഇവർക്ക് പ്രതികൂലമായിട്ട് മാറാൻ പോവുകയാണ്. ഒരു 45 ദിവസം, ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ. അപ്പോൾ ഈ 18 മുമ്പായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ബന്ധങ്ങൾ ഊഷ്മളമാവും ഈ ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഇവർക്ക് സർപ്പവും ശനിയും സൂര്യനും പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. പ്രതിവിധിയായിട്ട് ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക, സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലും. അതുപോലെ തന്നെ ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തിരട്ടാതി രേവതി. മീനം രാശിക്ക് അത്ര വലിയ ഗുണമുള്ള ദിവസങ്ങളല്ല. എങ്കിലും ഇവർക്ക് ഒക്ടോബർ 18 വ്യാഴം അനുകൂലമായിട്ട് വരും. അത് കാത്തിരിക്കുക. 5ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അതൊരു 45 ദിവസമേ ഉള്ളൂ. എന്നാലും അത് വലിയൊരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ശനി ഇവിടെ ജന്മശനിയായി നിൽക്കുന്ന സമയത്ത് വ്യാഴം ഇവരുടെ 5ാം ഭാവത്തിൽ വരുമ്പോൾ ദൃഷ്ടി 9ാം ഭാവത്തിലോട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് പതിക്കും. അപ്പോൾ ശനിദോഷം കുറയും. അങ്ങനെയൊക്കെ കാലങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനി, ചൊവ്വ, സർപ്പം, സൂര്യൻ. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഇവർ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക, സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും. അതുപോലെ തന്നെ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ, സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാവും. ബൗദ്ധിക മേഖലയിലും നേട്ടമുണ്ടാവും. എങ്കിലും മീനം രാശിക്ക് ഈ ദിവസങ്ങൾ അത്ര നല്ലതല്ല. എങ്കിലും ഒക്ടോബർ 18 തൊട്ട് ഒരു 45 ദിവസം വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്. 12 രാശിക്കാരും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 14-15 തീയതികളിൽ രാവിലെ 4:43 AM മുതൽ രാവിലെ 5:31 AM വരെയാണ് 14-15 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം 14-ാം തീയതി ഉച്ചയ്ക്ക് 11:49 AM മുതൽ ഉച്ചയ്ക്ക് 12:36 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 14-ാം തീയതി. 15-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:09 PM മുതൽ വൈകിട്ട് 4:37 PM വരെയാണ് 14-ാം തീയതി രാഹുകാലം. 15-ാം തീയതി 12:12 PM മുതൽ ഉച്ചയ്ക്ക് 1:40 PM വരെയാണ് 15-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക.
പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 14/10/2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 4, 1, 2, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 15/10/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 5, 1, 9, 2, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 14-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 15-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.